ബേസിൽ നിന്ന് മാത്സ് പഠിച്ച് തുടങ്ങാം. ഇതിൻ്റെ പുതിയൊരു എപ്പിസോഡിലാണ് നമ്മൾ നിൽക്കുന്നത്, പുതിയൊരു ഡേയിലാണ് നമ്മൾ നിൽക്കുന്നത്. അപ്പോൾ ഇതിനകത്ത് നമ്മൾ ചെയ്തു വരുന്ന രീതിയൊക്കെ നിങ്ങൾക്ക് അറിയാം. ടോപ്പിക് ബേസിനോടൊപ്പം തന്നെ നമ്മൾ പ്രീവിയസ് ക്വസ്റ്റ്യൻ വർക്കൗട്ട് പോകുന്നുണ്ട്. അപ്പോൾ ഇന്ന് നമ്മൾ ചെയ്യുന്നത് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ വർക്കൗട്ട് എന്ന് പറയുന്ന സെക്ഷനാണ്. അപ്പോൾ നമുക്ക് ഇതിനകത്ത് കുറച്ച് ഒരു ക്വസ്റ്റ്യൻ പേപ്പർ എടുക്കുന്നു. ക്വസ്റ്റ്യൻ പേപ്പറിലുള്ള ക്വസ്റ്റ്യൻസ് നമ്മൾ ചെയ്ത് നോക്കുന്നു. നിങ്ങൾ എപ്പോഴും ഞാൻ ചെയ്യുന്നതിന് മുന്നേ സ്വന്തമായിട്ട് ചെയ്ത് നോക്കുക. അപ്പോൾ ഇന്ന് നമ്മൾ 10 ക്വസ്റ്റ്യൻസ് ആണ് വർക്കൗട്ട് ചെയ്യുന്നത്. ഈ 10 ക്വസ്റ്റ്യൻസിൽ നിങ്ങൾക്ക് എത്ര മാർക്ക് കിട്ടി എന്നുള്ളത് നിങ്ങൾ എനിക്ക് ഷെയർ ചെയ്ത് പറയണം, അല്ലെങ്കിൽ താഴെ കമൻറ്റായിട്ട് നിങ്ങൾ പറയണം. എന്നിട്ട് നിങ്ങൾക്ക് ഓരോ ക്വസ്റ്റ്യൻ പേപ്പർ വർക്കൗട്ട് ചെയ്ത് കഴിയുമ്പോഴും ഓരോ ടോപ്പിക്ക് കഴിയുമ്പോഴും നിങ്ങൾക്ക് ഉണ്ടാകുന്ന ഇമ്പ്രൂവ്മെൻറ്റ് കൂടെ നമ്മൾ നോക്കണം. അപ്പോൾ നിങ്ങൾ ഒരു നോട്ട്ബുക്ക് എടുത്തിട്ട് പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പർ എല്ലാം അതിനകത്ത് ഒരു സൈഡിൽ നിന്ന് എഴുതി വന്നു കഴിഞ്ഞാൽ അതിൻ്റെ മാർക്ക് ചെയ്ത് പോയാൽ പിന്നീട് നിങ്ങൾക്ക് ഒരു ഐഡിയ കിട്ടും. നിങ്ങൾക്കുള്ള ആ ഒരു പ്രോഗ്രഷൻ എന്താണെന്നുള്ള ഐഡിയ കൂടെ കിട്ടും. ഓക്കെ, അങ്ങനെയല്ലേ നമ്മൾ പോകുന്ന. സോ നമ്മൾ ഇന്ന് സ്റ്റാർട്ട് ചെയ്യാണ് നമ്മുടെ പുതിയ ക്വസ്റ്റ്യൻ പേപ്പറുമായിട്ട് അല്ലേ. അപ്പോൾ അതായത് ഇന്ന് 10 ക്വസ്റ്റ്യൻസ് ഉണ്ട്. 10 ക്വസ്റ്റ്യൻസിൽ 10 വാങ്ങാൻ ശ്രമിക്കുക. ഇൻ കേസ് നിങ്ങൾക്ക് ഒരു മാർക്ക് പോലും കിട്ടിയില്ലെങ്കിൽ നിങ്ങൾ ടെൻഷൻ അടിക്കരുത്. നിങ്ങൾ ബിഗിനേഴ്സ് ആണെങ്കിൽ, നിങ്ങൾ പഠിച്ചു തുടങ്ങുകയാണെങ്കിൽ, നിങ്ങൾ മാത്സിനെ കുറിച്ച് നിങ്ങൾ കുറച്ച് താഴേക്കാണെങ്കിൽ പതിയെ മാത്രമേ നിങ്ങൾ മാർക്ക് കിട്ടുള്ളൂ. നിങ്ങൾ കുറേ ദിവസങ്ങൾ വർക്ക് ചെയ്ത് മാത്രമേ പറ്റുള്ളൂ. ഒരു കാര്യങ്ങളും പെട്ടെന്ന് നടക്കും നിങ്ങൾ വിചാരിക്കരുത്. നിങ്ങൾ വർക്ക് ചെയ്യുന്ന എത്രത്തോളം ഹാർഡ് വർക്ക് ചെയ്യുന്നു അനുസരിച്ച് നിങ്ങൾക്ക് ഇമ്പ്രൂവ്മെൻറ്റ് ഉണ്ടാവും. അത് ഡാം ഷുവർ, ഉറപ്പാണ്. സോ നമുക്ക് നോക്കാമല്ലോ. നമ്മുടെ ഒന്നാമത്തെ ക്വസ്റ്റ്യൻ ഇന്ന് വളരെ സിമ്പിളായിട്ടുള്ള ചോദ്യ പേപ്പറാണ്, നിങ്ങൾക്ക് ചെയ്യാൻ പറ്റണം. നമുക്ക് നോക്കാം. 15 + 33 ബോർഡ് മാസ് എന്നുള്ള ചോദ്യമാണ്. ക്വസ്റ്റ്യൻ കാണാമല്ലോ. സോ നമ്മൾ ആ ക്വസ്റ്റ്യൻ എഴുതാണ്. എന്താണ് 15 ദെൻ പ്ലസ് 33 ദെൻ ഡിവൈഡ് ബൈ 11 ദെൻ ബ്രാക്കറ്റിനത് ഇൻറ്റു കൊടുത്തിട്ട് ബ്രാക്കറ്റിൽ 12 ഡിവൈഡ് ബൈ 3 ദെൻ -10. ഓക്കെ, ബോർഡ് മാസിനും നമ്മൾ സിമ്പിളാണെന്ന് വിചാരിക്കുന്നത് ഒരുപാട് മിസ്റ്റേക്ക്. കഴിഞ്ഞ ദിവസം നമ്മൾ ബോർഡ് മാസ് പഠിച്ച ടോപ്പിക്കാണ്, നമ്മൾ എടുത്ത് കഴിഞ്ഞ ടോപ്പിക്കാണ് ബോർഡ് മാസ് എന്ന് പറയുന്നത്. അപ്പോൾ അതിലും നിങ്ങൾക്ക് കുറച്ച് പേർക്ക് കുറച്ച് ഡൗട്ടുകളൊക്കെ വന്നിട്ടുണ്ട്. അതുകൊണ്ട് സിമ്പിളായിട്ട് കണക്കാക്കുകയോ ചെയ്യരുത്. ഓക്കെ അല്ലേ. അപ്പോൾ നമ്മൾ നോക്കാൻ പോവാണ്. നമുക്കറിയാം എപ്പോഴും ബ്രാക്കറ്റിനുള്ളിലുള്ളത് ആദ്യം ചെയ്യുക നമ്മൾ പഠിച്ചു വെച്ചിട്ടുണ്ട്. സോ നമ്മൾ ബ്രാക്കറ്റിനുള്ളിൽ നോക്കുകയാണ്. 12 ഡിവൈഡ് ബൈ 3 എന്ന് പറയുന്നത് 4 ആണ് അല്ലേ. സോ നമുക്ക് അത് കിട്ടിയില്ലേ. ഈ പാർട്ട് നമുക്ക് ആൻസർ കിട്ടി, 4 എന്ന് കിട്ടി. അപ്പോൾ നമ്മൾ ഇനി നോക്കുമ്പോൾ ഇനി അടുത്ത പ്രയോറിറ്റി ആർക്കാണ്? അത് ഡിവിഷനാണ്. വീണ്ടും ഒരു ഡിവിഷനുണ്ട്. സോ നമ്മൾ അതിനെ അങ്ങ് ഡിവൈഡ് ചെയ്യും. അപ്പോൾ നമുക്ക് എത്ര കിട്ടും അതങ്ങ് ഡിവൈഡ് ചെയ്ത് പോയിട്ട് ബാക്കി 3 വരും. ശരിയല്ലേ. അപ്പോൾ ഇനി നിങ്ങൾ നോക്കിയേ, ഇനിയുള്ളത് 15 + 3 × 4 -10. അപ്പോൾ ഇനി അടുത്ത പ്രയോറിറ്റി ആർക്കാണ്? 3 × 4 അപ്പോൾ അത്രയും പാർട്ട് അങ്ങ് ചേർന്ന് എത്രയായിട്ട് മാറും? 12 ആയിട്ട് മാറും. സോ 15 + 12 -10. ഓക്കെ അല്ലേ. ചിഹ്നങ്ങളൊക്കെ വ്യക്തമായിട്ട് നോക്കിക്കൊള്ളുക. 15ഉം 12ഉം 27 ആണ്. 27 - 10 17 ആണ് ആൻസർ. ഓപ്ഷൻ ഉണ്ടോ നോക്കി 17 ബി ആണ് ഓപ്ഷൻ. നോക്കുക, ഞാൻ ചെയ്ത എന്തെങ്കിലും മിസ്റ്റേക്ക് ഉണ്ടോ നോക്കിക്കൊള്ളുക. അപ്പോൾ അത് നമുക്ക് പെട്ടെന്ന് കിട്ടുന്നതാണ്. ഇതിനകത്ത് നിങ്ങൾ സൈൻ മാറി വന്നാൽ നിങ്ങൾ തെറ്റിക്കുന്ന ഒരു കേസ് ഉണ്ടായിരുന്നു. ഒരു ഷോർട്ട് വീഡിയോ ആയിട്ട് നമ്മൾ ചെയ്തിട്ടുണ്ട്. അത് നിങ്ങൾ കണ്ടിട്ടില്ലെങ്കിൽ ആ ഷോർട്ട് വീഡിയോ നമ്മൾ നമ്മുടെ പ്ലേലിസ്റ്റിൽ കയറി നോക്കിക്കൊള്ളണം, ഷോർട്സിനകത്ത് നോക്കിക്കൊള്ളണം. അത് ഒരുപാട് പേര് തെറ്റിക്കുന്നതാണ്. ഒരുപാട് പേര് സംശയം പറഞ്ഞതുകൊണ്ട് നമ്മൾ വീണ്ടും അത് ചെയ്തതാണ്. അങ്ങനെ ഷോർട്സ് ആയിട്ട് ചെയ്ത് കൊടുത്തത്. അപ്പോൾ നിങ്ങൾക്ക് അങ്ങനെ ഏതെങ്കിലും ഞാൻ പറഞ്ഞു പോകും, മാക്സിമം ക്ലിയർ ചെയ്യാൻ ശ്രമിക്കും. ഇൻ കേസ് നിങ്ങൾക്ക് സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾ ചോദിക്കുക. അത് നമുക്ക് പറഞ്ഞുതരാൻ പറ്റുന്ന, താഴെ പറഞ്ഞുതരാൻ പറ്റുന്നില്ല അങ്ങനെ ചെയ്യും. അതർവൈസ് നമ്മളൊരു ഷോർട്ട് വീഡിയോ ആയിട്ട് ചെയ്യും. അപ്പോൾ അത് കൃത്യമായിട്ട് ചോദിച്ചോളുക. സംശയങ്ങൾ മനസ്സിൽ വെച്ച് മുന്നോട്ട് പഠിക്കാൻ പറ്റില്ല മാത്സ്. അത് മുന്നോട്ട് പോകുന്നത് ഭയങ്കര ബുദ്ധിമുട്ടുണ്ടാകും. സോ അതുകൊണ്ട് തീർച്ചയായിട്ടും ചോദിച്ചോളാം. നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. എന്താ അടുത്ത ക്വസ്റ്റ്യൻ? 36ന്റെ സ്ക്വയർ ബൈ 6ന്റെ സ്ക്വയർ എന്നാണ് അല്ലേ. ഒരുപാട് രീതി ചെയ്യാം. നമുക്കൊരു കാര്യം ചെയ്യാം, എളുപ്പത്തിൽ ചെയ്യുമ്പോൾ എന്ത് ചെയ്യാം? 36ന്റെ സ്ക്വയർ മീൻസ് ഒരു സംഖ്യയുടെ സ്ക്വയർ എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? അത് 36 × 36. നിങ്ങൾ ആലോചിക്കേണ്ടതെന്നറിയാമോ? ഒരു ക്വസ്റ്റ്യൻ നമുക്ക് പല രീതിയിൽ ചെയ്യാൻ പറ്റും. അപ്പോൾ നമ്മൾ PSC വർക്കൗട്ട് ചെയ്യുമ്പോൾ എപ്പോഴും അതിൽ ഏറ്റവും ബെറ്റർ ആയിട്ടുള്ള, ഏറ്റവും പെട്ടെന്ന് ആൻസർ കിട്ടുന്ന ആ ഒരു മെത്തേഡ് നമ്മൾ എടുക്കുക എന്നുള്ളതാണ് നമ്മുടെ ഏറ്റവും വലിയ കാര്യം എന്ന് പറയുന്നത്. അപ്പോൾ ഇതിനകത്ത് നമുക്ക് എങ്ങനെ ചെയ്യാം? 36ന്റെ വർഗ്ഗം കണ്ടുപിടിച്ചിട്ട് 6ന്റെ സ്ക്വയർ 36 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. അങ്ങനെയൊക്കെ ചെയ്യാം. പക്ഷെ അത് നമുക്ക് കുറച്ച് സമയം എടുക്കുന്ന കാര്യമാണ്. 36ന്റെ വർഗ്ഗം 36 × 36 കണ്ടുപിടിക്കുക, പിന്നെ 6ന്റെ സ്ക്വയർ 36 എഴുതുക, പിന്നെ ഡിവൈഡ് ബൈ ഒക്കെ ചെയ്യുക, സമയം എടുക്കും. സോ നമ്മൾ കുറച്ചുകൂടി സിമ്പിളായിട്ട് ആലോചിക്കണം. ആലോചിക്കാനുള്ള സെൻസ് കിട്ടുമ്പോഴാണ് നമ്മൾ മാത്സ് സെറ്റായി എന്ന് പറയുന്നത്. ഓക്കെ, അത് പതിയെ വരുള്ളൂ. ഒരുപാട് ക്വസ്റ്റ്യൻസ് നമ്മൾ ടോപ്പിക്ക് മാത്രം പഠിച്ചിട്ട് കാര്യമൊന്നുമില്ല. ഒരുപാട് ക്വസ്റ്റ്യൻ പേപ്പറുകൾ വർക്കൗട്ട് ആണ് ഞാൻ പറയുന്നത്. ക്വസ്റ്റ്യൻ പേപ്പറുകൾ വർക്കൗട്ട് ചെയ്ത് പോകണം. അപ്പോഴേ നിങ്ങൾക്ക് കുറച്ച് പരിചയം വരുള്ളൂ ക്വസ്റ്റ്യൻ കണ്ടിട്ട്. അപ്പോൾ നമുക്ക് ഓട്ടോമാറ്റിക്കലി വരുന്നൊരു സാധനമാണത്. സോ ഞാൻ എന്ത് ചെയ്തു? 36ന്റെ സ്ക്വയറിനെ 36 × 36 എന്ന് എഴുതി. അതിലാർക്കും സംശയം വരാൻ വഴിയില്ല. ഞാൻ താഴെ വരയ്ക്കുകയാണ്. 6ന്റെ സ്ക്വയർ എന്ന് പറഞ്ഞേ 6 × 6 എന്ന് ഞാൻ എഴുതി. തെറ്റില്ലല്ലോ. എനിക്ക് വേണമെങ്കിൽ 6ന്റെ സ്ക്വയർ 36 എന്ന് പെട്ടെന്ന് എഴുതാൻ പറ്റും. എഴുതാത്ത എന്താ? ഇനി നോക്കി, ഈ 6 × 6 എത്രയാണ്? 6 × 6 36 ആയിട്ട് മാറില്ലേ? ശരിയല്ലേ. അപ്പോൾ അത് 36 ആകുമ്പോൾ ആ ഒരു 36 എന്താ ഇവിടുന്ന് 36 കട്ടായി പോകില്ലേ? ഇങ്ങനെ അത് നമ്മൾ ഒറ്റ സ്റ്റെപ്പിൽ ചെയ്യണം. 6 × 6 36 ആണ്. സോ 36 കട്ട് ചെയ്ത് പോയി. ഇനി ബാക്കി ആരുണ്ട്? 36. ഓക്കെ, അപ്പോൾ കണ്ട 2 ക്വസ്റ്റിനും നമ്മളെ പ്രശ്നം ഉണ്ടാക്കുന്ന ക്വസ്റ്റൻ അല്ല. 6 ഓപ്ഷൻ ഉണ്ടല്ലോ. സോറി, ആൻസർ 36 ഓപ്ഷൻ ഉണ്ടല്ലോ, ഫസ്റ്റ് ഓപ്ഷനാണ്. അപ്പോൾ പ്രശ്നം ഉണ്ടാക്കിയെന്ന ക്വസ്റ്റൻ അല്ല. ചിലപ്പോൾ അടുത്തത് ഒരു പ്രശ്നം ഉണ്ടാക്കിക്കാൻ സാധ്യതയുള്ള ഒരു ചോദ്യമാണ്. നോക്കാം നമുക്ക്. എന്താണ് ക്വസ്റ്റ്യൻ? റൂട്ട് ഓഫ്
0.444 എക്സെട്ര എന്ന് പോകുന്നൊരു ചോദ്യം. ഇതിൻ്റെ ദശാംശ രൂപം എന്ത് എന്നുള്ളതാണ് ചോദ്യം. മിക്കവാറും ഒരു 0.222 കാണുന്നതിനകത്ത് അല്ലേ ഉണ്ട് 0.222 ആൻസർ ഉണ്ട്. അപ്പോൾ നമുക്ക് നോർമലി തോന്നും 4ന്റെ റൂട്ട് 2 ആണല്ലോ, അപ്പോൾ ഈ 4ന്റെ റൂട്ടും 2 ആണല്ലോ, 4ന്റെ റൂട്ടും 2 ആണല്ലോ, 0.2222 എന്നൊരു ആൻസർ എഴുതാൻ നമുക്ക് തോന്നും. നോർമലി നമ്മളെ തെറ്റിക്കാൻ വേണ്ടിയിട്ടുള്ള പരിപാടിയാണ്. അത് തോന്നൽ മാത്രമാണ്, എഴുതരുത്. എഴുതാൻ തോന്നിയ പേന ഓടിച്ചാൽ കളഞ്ഞേക്കുക, അങ്ങനെ എഴുതുകയോ ചെയ്യരുത്. മനസ്സിലായില്ലേ? അപ്പോൾ ഇത് ആ ഒരു ടെക്നിക്കല്ല, ഇത് വേറൊരു ടെക്നിക്കാണ്. അപ്പോൾ ഇത് നിങ്ങൾ ചെറിയ കാര്യം കൊണ്ട് കണക്കാക്കരുത്. CBSE ടെക്സ്റ്റിനകത്ത് 9th അല്ലെങ്കിൽ 10th മറ്റോ പഠിക്കാനുള്ള ടോപ്പിക്കാണിത്. അപ്പോൾ അത് നിങ്ങൾ ഓർത്തോളൂ, നിങ്ങളൊരു ചെറിയ കാര്യമല്ല ചെയ്യുന്നത്. CBSE സ്റ്റുഡൻസ് 9th 10th പഠിക്കുന്ന സാധനം നിങ്ങൾ പഠിക്കാൻ പോവാണ്, അതൊരു കുഞ്ഞു കാര്യമല്ല. അപ്പോൾ ഇത് നമുക്ക് ഏറ്റവും എളുപ്പത്തിൽ അവർ സ്റ്റെപ്പൊക്കെ എഴുതിയാൽ ചെയ്യുന്നത്, നമുക്കതൊന്നും വേണ്ട. നമുക്ക് എന്താ എളുപ്പവഴി നോക്കാം. ഇത് സിമ്പിളായിട്ട് മനസ്സിലാക്കുക, റൂട്ടൊക്കെ അങ്ങ് കളയുക. നിങ്ങൾ ഈ 0.4444നെ നമുക്ക് എങ്ങനെ ഫ്രാക്ഷൻ ആക്കാം എന്ന് ആദ്യം ആലോചിക്കാം. വളരെ സിമ്പിളായിട്ടുള്ള കോൺസെപ്റ്റാണ്. റൂട്ടോടെ കിടക്കട്ടെ, ചെയ്യാനുള്ള പരിപാടി ഇത്രയേ ഉള്ളൂ. ആ നമ്പർ ഒരു നമ്പർ 4 തന്നെയാണ് റിപ്പീറ്റ് ചെയ്ത് പോയിക്കുന്നതല്ലേ, അതുകൊണ്ട് ഞാൻ 4 എന്നങ്ങ് എഴുതണം. കണ്ടോ, 4 എന്നല്ല റിപ്പീറ്റ് ചെയ്ത് പോയി, ഞാൻ 4 എന്നങ്ങ് എഴുതി. ഇനി നോക്കി, ഇവിടെ എത്ര നമ്പർ റിപ്പീറ്റ് ചെയ്യുന്നുണ്ട്? 4 മാത്രമാണ്, ഒരു നമ്പറാണ് റിപ്പീറ്റ്, വീണ്ടും അതേ റിപ്പീറ്റ് ചെയ്യുന്നുണ്ട്. ഒരു നമ്പർ മാത്രമേ റിപ്പീറ്റ് ചെയ്യുള്ളൂ, 444 എന്നാണ് പോകുന്നത്. അങ്ങനെയാണെങ്കിൽ താഴെ ഒരു 9 അങ്ങ് എഴുതുക. ഞാൻ ഒന്നുകൂടെ ക്ലാരിഫൈ വരുത്തി തരാം. ഇത്രയേ ഉള്ളൂ. നമ്മുടെ നമ്പർ എന്ന് പറയുന്നത് 0.353535 എന്നാണെങ്കിൽ നമ്മൾ നോക്കും ഏതാ റിപ്പീറ്റ് ചെയ്തിരിക്കുന്ന 35 ആണ് റിപ്പീറ്റ്. അപ്പോൾ 35 35 എന്ന് എഴുതും. 30 ഞാൻ റിപ്പീറ്റ് ചെയ്തിരിക്കുന്നത്, അപ്പോൾ 35 എന്ന് എഴുതി. ഇനി എത്ര നമ്പർ വെച്ചാൽ റിപ്പീറ്റ് ചെയ്തിരിക്കുന്നത്? 2 നമ്പർ വെച്ചല്ലേ, എങ്കിൽ താഴെ നമ്മൾ 99 എന്ന് എഴുതും. നിങ്ങൾക്ക് ഇപ്പോൾ ക്ലിയർ ആയെന്ന് ഞാൻ വിചാരിക്കുന്നു. ഇനി 0.675 ഇങ്ങനെയാണ് റിപ്പീറ്റ് ചെയ്യുന്നതെങ്കിലോ നമ്മൾ എന്ത് ചെയ്യും? നമ്മൾ എന്തെഴുതും? റിപ്പീറ്റ് ചെയ്യുന്ന നമ്പർ 675 സോ 675 എഴുതും. എത്ര 675 എത്ര അക്കൗണ്ട്? 1 2 3 വീണ്ടും 1 2 3 റിപ്പീറ്റ് ചെയ്യുന്നു. സോ നമ്മൾ എന്തെഴുതും? 999 എന്ന് എഴുതും. ശരിയല്ലേ? ആ ഒരു കോൺസെപ്റ്റ് വെച്ചിട്ട് നമുക്ക് ഇവിടെ ഒന്ന് പറഞ്ഞു നോക്കിയേ. ഇനി ഇങ്ങനെ അല്ലാത്ത ക്വസ്റ്റ്യൻസ് ഉണ്ട് കേട്ടോ, അതൊക്കെ നമുക്ക് പിന്നീട് സമയം പോലെ ടോപ്പിക്ക് പഠിക്കുമ്പോൾ പറയാം. നോക്കാം നമുക്ക്. അപ്പോൾ ഇതെന്താ വരുന്ന നോക്കിയേ, 0.444 എക്സെട്ര എന്നല്ലേ പോകുന്നത്. അത് നോക്കും 4 ആണ് റിപ്പീറ്റ് ചെയ്തേക്കുന്നത്. ശരിയല്ലേ? നമ്മൾ എന്തെഴുതും? 4 എന്ന് മുകളിൽ എഴുതും. ഇനി 4 ഒരു നമ്പറിൽ റിപ്പീറ്റ് ചെയ്യുന്നത് 4 തന്നെയാണ്, വീണ്ടും റിപ്പീറ്റ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ എന്ത് എഴുതും? അതിന് /9 എന്ന് എഴുതും. ഇത് ബാറൊക്കെ എഴുതുന്ന പരിപാടി ഉണ്ടാകുന്ന സമയം പോലെ നമുക്ക് പറയാം കേട്ടോ. അപ്പോൾ √4/9 ഒരു 9 എഴുതുള്ളൂ. ശരിയല്ലേ? ഇനി നമ്മൾ എന്താ പരിപാടി? നമ്മൾ ചെയ്യുന്നത് 4ന്റെ റൂട്ട് എടുക്കുക. എത്രയാ? 2. 9 റൂട്ട് എടുക്കുക. റൂട്ടല്ലേ കിടക്കുന്ന റൂട്ട്, സിമ്പിളി റൂട്ട്. സോ 9√3. ഇതൊക്കെ മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. അപ്പോൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ പറയണം കേട്ടോ. സോ 2/3. ഒരുപാട് പേരുണ്ട് താഴെ എത്ര മാർക്ക് കിട്ടി എന്നൊക്കെ പറയുന്നവരുണ്ട്. അത് പറയാത്തവരോട് പറയാൻ ശ്രമിക്കുക. നമുക്കത് ഇമ്പ്രൂവ് ചെയ്ത് വരണം, എന്നാണ് ഞാൻ പറയുന്നത്. ഓക്കെ, അപ്പോൾ അത് പറയാൻ ശ്രമിക്കുക. നിങ്ങൾക്ക് ഓക്കെ അല്ലെങ്കിൽ പറയണ്ട, ഞാൻ പറഞ്ഞത് ഒന്ന് വെറുതെ കമൻറ്റ് ചെയ്ത് ശ്രമിക്കുക. ഓക്കെ, സോ 2/3 എന്ന് കിട്ടി. 2/3 ഡിവൈഡ് ചെയ്യാൻ സിമ്പിൾ അല്ലേ? എങ്ങനെയാണ്? ഇപ്പോൾ കട്ട് ചെയ്യാൻ പറ്റത്തില്ലെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക? ഇങ്ങനെ എഴുതുക, 2/3 അല്ലേ? 2ൽ പോകില്ലല്ലോ, ഡെസിമൽ കൊടുത്തിട്ട് 0 കൊടുക്കും. 6 3 18 20 വീണ്ടും 6 3 18. അപ്പോൾ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കും. 0.6666 എത്രയാണ് പോയിക്കൊണ്ടിരിക്കും. അങ്ങനെ ഓപ്ഷൻ ഉണ്ടോ നോക്കിയേ. 0.666 എന്ന് പറയുന്നത് എത്രാമത്തെ ഓപ്ഷനാണ്? ഫസ്റ്റ് ഓപ്ഷൻ തന്നെയാണ്. സിമ്പിൾ അല്ലേ? ഓക്കെ ആണെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. സോ നമുക്ക് അടുത്ത ക്വസ്റ്റിനോട്ട് വരാം. ഓക്കെ, നല്ല ക്വസ്റ്റ്യൻസ് ആണ് കേട്ടോ. നല്ല ക്വസ്റ്റ്യൻസ് എന്ന് വെച്ചാൽ വളരെ ഈസി എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. കുറച്ച് കോൺസെപ്റ്റ് അറിയാമെങ്കിൽ അങ്ങനെ പെട്ടെന്ന് ചെയ്യാൻ പറ്റില്ല. ചെയ്യാൻ പറ്റും, സമയമെടുക്കും. ഓക്കെ, ഇതൊക്കെ നമുക്ക് അല്ലാണ്ടൊക്കെ ചെയ്യാം, പക്ഷേ സമയമെടുക്കും, ഒരുപാട് സമയമെടുക്കും. ബാക്കി ഈ പറഞ്ഞ ഇതൊക്കെ നമുക്ക് സമയമെടുക്കും. ഓക്കെ അല്ലേ? സോ നമുക്ക് നോക്കാം. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. 1.5 the whole square into then 0.2 the whole square. ഓക്കെ അല്ലേ? ഈ ക്വസ്റ്റ്യൻ ചെയ്യണം. നമുക്ക് രണ്ട് രീതി ചെയ്യാം. ഒന്ന് 1.5ന്റെ സ്ക്വയർ 2.25 എന്ന് എഴുതിയിട്ട് 0.2ന്റെ സ്ക്വയർ 0.04 എന്ന് എഴുതിയിട്ട് ഗുണിച്ച് ചെയ്യാം. പക്ഷേ അതിനൊക്കെ കുറച്ചുകൂടി എളുപ്പം. PSC എപ്പോഴും എളുപ്പമുള്ളൊരു വഴി എന്നത് ഒളിപ്പിച്ചിട്ടിട്ടായിരിക്കും എന്ത് ചെയ്യുന്നത്? നമുക്ക് ക്വസ്റ്റ്യൻ തരുന്നത്. നമ്മളത് കൃത്യമായിട്ട് കണ്ട് വേണം ചെയ്യാനായിട്ട്. മനസ്സിലായി? കണ്ടുപിടിക്കുക എന്നുള്ളതാണ് അല്ലേ? ഡയറക്റ്റ് നമുക്ക് ചെയ്യാൻ പറ്റും, ഡയറക്റ്റ് നമുക്ക് വേണ്ട. നമുക്ക് എന്ത് ചെയ്യാം നോക്കിയേ. നിങ്ങൾ ഇതാണ് കോൺസെപ്റ്റ്. ഇങ്ങനെ പഠിക്കാം നമുക്ക്. XY the whole square is equal to x square y square അല്ലെങ്കിൽ x square into y square എന്നാണ്. നിങ്ങൾക്ക് മനസ്സിലാവും, ഇൻറ്റു ഇടാം അല്ലേ? അപ്പോൾ തിരിച്ചെന്ന് പറഞ്ഞേ, x square y square into y square നമുക്ക് എങ്ങനെ എഴുതാം? XY the whole square എന്ന് എഴുതാം. അതായത് ഇവിടെ രണ്ടും ഒരേ പവർ അല്ലേ കിടക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ഇതിനോട് മൾട്ടിപ്ലൈ ചെയ്തിട്ട് ഹോൾ സ്ക്വയർ ഇട്ട് കൊടുത്താൽ മതി. അപ്പോൾ നിങ്ങൾ നോക്കി, ഈ സാധനം നോക്കി, രണ്ടിന് സ്ക്വയറിൽ കിടക്കുന്നത്. അപ്പോൾ നമുക്ക് എങ്ങനെ എഴുതാൻ പറ്റും? ഇതിനോട് മൾട്ടിപ്ലൈ. ഇതേ ഫോർമാറ്റാണ്. x square y square 1.5ന്റെ സ്ക്വയർ 0.2ന്റെ സ്ക്വയർ. നമുക്ക് എങ്ങനെ എഴുതാം? എക്സിനും വൈക്കും ഇവിടെ ആരാ? 1.5 0.2. നമുക്ക് എന്ത് ചെയ്യാം? 1.5ഉം 0.2 മൾട്ടിപ്ലൈ ചെയ്യാം. എന്ന് സ്ക്വയർ എടുത്താൽ മതി. ഓക്കെ, നമുക്ക് എളുപ്പത്തിൽ ചിന്തിക്കുക. എങ്ങനെയാണ്? 1.5നും സ്ക്വയർ ഉണ്ട്, 0.2നും സ്ക്വയർ, രണ്ടിനും ഹോൾ സ്ക്വയറിലെ കിടക്കുന്ന. അപ്പോൾ രണ്ടും ഒരുമിച്ച് എഴുതിയിട്ട് സ്ക്വയർ കൊടുക്കുക.
അപ്പോൾ നിങ്ങൾ നോക്കിയേ 1.5 ഇൻറ്റു 0.2 നമുക്ക് എന്ത് ചെയ്യാം ഡെസിമൽ മാറ്റിയിട്ട് ഗുണിക്കാം ഡെസിമൽ മാറ്റാം 15 2 15 എത്രയാ 30 അല്ലേ 30 ഇവിടെ എത്ര സ്ഥാനമുണ്ട് ഒരു സ്ഥാനം ഇവിടെ എത്ര സ്ഥാനമുണ്ട് ഒരു സ്ഥാനം അപ്പോൾ ആകെ എത്ര സ്ഥാനം കൊടുക്കണം 2 സ്ഥാനം കൊടുക്കണം സോ 1 2 ഇവിടെ കൊടുക്കും കണ്ടോ ദ ഹോൾ സ്ക്വയർ അപ്പോൾ 0.30 ദ ഹോൾ സ്ക്വയർ വേണ്ട 0.3 ദ ഹോൾ സ്ക്വയർ കാര്യം ഡെസിമലിന് ശേഷം അവസാനം 0 വേണം നമുക്ക് അതിൻ്റെ ആവശ്യമില്ല അതറിയാലോ ഡെസിമലിന് ശേഷം അവസാനം എത്ര 0 ഇട്ടാലും വാല്യൂ ഇല്ല സോ ഞങ്ങൾക്ക് മാച്ചവയാണ് അപ്പോൾ എന്തായി സിംപ്ലി 0.3 സ്ക്വയർ ആയി ഓക്കെ ഇതിലൊക്കെ നിങ്ങൾക്ക് ഡൗട്ട് കാണും ചോദിച്ചോളുക അപ്പോൾ 0.3 സ്ക്വയർ കണ്ടുപിടിക്കും നമ്മൾ കഴിഞ്ഞ ദിവസം പറഞ്ഞതാണ് സ്ക്വയർ അതാണ് കഴിഞ്ഞ ദിവസത്തെ കാര്യങ്ങൾ നിങ്ങൾ ഓർത്ത് വെച്ചോളാം എങ്കിൽ ഇനി വരുന്ന ക്വസ്റ്റ്യൻസ് ചെയ്യാൻ പറ്റുള്ളൂ 0.3 സ്ക്വയർ നമ്മൾ എന്ത് ചെയ്യും 3 സ്ക്വയർ എടുക്കും 3 സ്ക്വയർ 9 നമ്മൾ എഴുതും അല്ലേ ഇനി ഇവിടെ എത്ര സ്ഥാനമുണ്ട് ഇവിടെ ഒരു സ്ഥാനമേ ഉള്ളൂ അപ്പോൾ ആൻസറിൽ 2 സ്ഥാനം കൊടുക്കണം കാര്യം ഇവിടെ ഒരു സ്ഥാനമുണ്ട് മുകളിൽ പവർ 2 ആണ് സോ ഒരു സ്ഥാനം ഇൻറ്റു പവർ 2 അതായത് 2 അപ്പോൾ എത്ര സ്ഥാനം ദശാംശം 2 സ്ഥാനം 9 കൊടുക്കുന്നു 0 കൊടുക്കുന്നു ദശാംശം 0.09 എന്നൊരു ആൻസർ ഉണ്ടോ എന്ന് നോക്കി 0.09 എന്ന് പറയുന്ന ഓപ്ഷൻ ഡി ആണ് ഓക്കെ അല്ലേ അപ്പോൾ അത് മനസ്സിലായി എന്ന് ഞാൻ വിചാരിക്കുന്നു ഈ സ്ക്വയർ എടുത്തൊക്കെ നമ്മൾ കഴിഞ്ഞ ദിവസം പറഞ്ഞതാണ് കഴിഞ്ഞ ക്ലാസ്സിൽ കണ്ടിട്ട് വേണം നിങ്ങൾ ഇങ്ങോട്ടേക്ക് വരാനായിട്ട് അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയേ വേഗതാ ദൂരം സമയമായിട്ടുള്ള ക്വസ്റ്റ്യനാണ് 52 കിലോമീറ്റർ പെർ മണിക്കൂർ ശരാശരി വേഗത്തിൽ സഞ്ചരിക്കുന്ന ബസ്സിൽ 6 മണിക്കൂർ കൊണ്ട് എത്ര ദൂരം യാത്ര ചെയ്യാം ഡയറക്റ്റ് ചോദ്യം അല്ലേ എന്താ പറയുന്നത് എത്ര ദൂരം ഡി ആണ് ചോദ്യം ഡിസ്റ്റൻസ് ആണ് ചോദ്യം ഡിസ്റ്റൻസിൻ്റെ ഇക്വേഷൻ എന്താ ഡിസ്റ്റൻസ് ഈസ് ഈക്വൽ ടു സ്പീഡ് ഇൻറ്റു ടൈം DTS അല്ലേ സോ സ്പീഡ് പറഞ്ഞേ സ്പീഡ് എത്രയാണ് 52 കിലോമീറ്റർ അല്ലേ സോ 52 കിലോമീറ്റർ ടൈം ഒരു യൂണിറ്റ് മാറ്റേണ്ട കാര്യമില്ല ഇതും per hourലാണ് മണിക്കൂറിലാണ് തന്നേക്കുന്നത് മൾട്ടിപ്ലൈ ചെയ്ത് നോക്കി 6 2 12 5 6 30 1 30 സോറി 6 2 12 3 ബാലൻസ് സോറി 6 2 1 ബാലൻസ് 6 30 30 312 കിലോമീറ്റർ ട്രാവൽ ചെയ്യാം ഓപ്ഷൻ ഉണ്ടോ നോക്കിയാൽ 312 ഫസ്റ്റ് ഓപ്ഷൻ 312 ആണ് ഞാൻ മൾട്ടിപ്ലൈ ചെയ്തൊക്കെ ശരിയാണെന്ന് നോക്കണം കേട്ടോ എൻ്റെ മൾട്ടിപ്ലിക്കേഷൻ ആണ് ഓക്കെ അടുത്ത സംഖ്യ എന്നാണ് ചോദ്യം നെക്സ്റ്റ് 1 0 1 1 2 3 5 ഇനിയുണ്ടോ 8 ഓക്കെ ഇത് പെട്ടെന്ന് നിങ്ങൾക്ക് കിട്ടത്തില്ലേ വളരെ സിമ്പിളായിട്ട് കിട്ടും എന്താണ് 0 1 കൂടെ കൂട്ടി അടുത്ത നമ്പർ 1 എഴുതിയിരിക്കുന്നു 1 1 കൂടെ കൂട്ടി 2 എഴുതിയിരിക്കുന്നു 2 1 കൂടെ കൂട്ടി 3 എഴുതിയിരിക്കുന്നു 2 3 കൂടെ കൂട്ടി 5 എഴുതിയിരിക്കുന്നു 3 5 കൂടെ കൂട്ടി 8 എഴുതിയിരിക്കുന്നു അതായത് തൊട്ട് മുമ്പിൽ നമ്പർ കൂട്ടി അടുത്ത് എഴുതിയാൽ മതി 5 3 കൂട്ടി 8 3 2 കൂട്ടി 5 അപ്പോൾ അടുത്ത നമ്പർ 8 5 കൂടെ കൂട്ടി 13 ഹെൽപ്പ് അല്ലേ നോക്കി 13 ഉണ്ടോ 13 ഉണ്ട് സെക്കൻഡ് ഓപ്ഷനാണ് കുഴപ്പമില്ലല്ലോ അടുത്ത് നോക്കാം ഒരാൾ 1200 രൂപയ്ക്ക് നാളികേരം വാങ്ങി അത് വിൽക്കുമ്പോൾ 12% ലാഭം ലഭിക്കണമെന്ന് അയാൾ ആഗ്രഹിക്കുന്നു എങ്കിൽ എത്ര രൂപയ്ക്കാണ് നാളികേരം വിൽക്കേണ്ടത് എന്നാണ് ചോദ്യം ഓക്കെ നോക്കാം അതായത് വിറ്റ വിലയാണ് ചോദ്യം ഒന്നുമില്ല വിറ്റ വില നമ്മൾ പഠിച്ചിട്ടുണ്ട് എന്താ കോഡ് വിറ്റ വിലയോടെ എന്ന് പറഞ്ഞേ വിറ്റ വില ഈസ് ഈക്വൽ ടു VV വാവി 100 100p നമ്മൾ പഠിച്ചിട്ടില്ലേ VV ഭാവി 100 100p ഇതൊക്കെ നമ്മൾ പ്രോഫിറ്റ് ആൻഡ് ലോസിൽ പണ്ട് പഠിപ്പിച്ചാണ് ഇപ്പോഴത്തെ സീരീസ് അല്ല മുമ്പ് പഠിപ്പിച്ചാണ് നമ്മൾ അല്ലേ അപ്പോൾ ഇതാണ് കോൺസെപ്റ്റ് VV ഭാവി 100 100p അപ്പോൾ വിറ്റ വില ഈസ് ഈക്വൽ ടു വാങ്ങിയ വില ഇൻറ്റു 100 100p പ്രോഫിറ്റ് ആണെങ്കിൽ 100 + p ലോസ് ആണെങ്കിൽ 100 - L ലോസ് ഓക്കെ നോക്കാം ഇനി നമുക്ക് നോക്കാം 1200 രൂപയ്ക്ക് നാളികേരം വാങ്ങി സോ വാങ്ങിയ വില 1200 രൂപ ഇൻറ്റു 100 എത്ര ശതമാനം പ്രോഫിറ്റിന് അയാൾക്ക് വിൽക്കേണ്ടത് അയാൾക്ക് 12% വേണം സോ 100 + 12 112 ഇതേണ്ട ഈ 0യും 2 0യും കട്ട് ചെയ്യാം ഇനി ഗുണിക്കണം അല്ലയോ ഗുണിക്കണം 112 ഇൻറ്റു ഗുണിക്കാം 112 ഇൻറ്റു 12 2 2 4 1 2 2 1 2 2 1 2 2 1 1 സോ 4 4 3 1 1344 ഓപ്ഷൻ ഉണ്ടോ നോക്കിയേ ഉണ്ട് സി ആണ് ഓപ്ഷൻ 1344 പൊതുവേ താരതമ്യേന ഒരു എളുപ്പമുള്ള ചോദ്യം നമുക്ക് പറയാം അല്ലേ സിമ്പിളായിട്ടുള്ള ചോദ്യമാണ് ഓക്കെ സോ അടുത്തത് ഫ്രാക്ഷൻ എന്നുള്ള ചോദ്യം ഭിന്നസംഖ്യ എന്നുള്ള ചോദ്യമാണ് നോക്കാം എന്താണ് 2.5 മൈനസ് 1/8 മൈനസ് 1/16 ഒരുപാട് മെത്തേഡുകൾ ചെയ്യാം ഒരുപാട് മെത്തേഡ് നമ്മൾ കഴിഞ്ഞ ദിവസം പറഞ്ഞ ഒരുപാട് മെത്തേഡുകൾ ചെയ്യാം നമുക്ക് ആദ്യം ഈ മിശ്ര ഭിന്നത്തിന് നമുക്ക് എന്ത് ചെയ്യാം മിശ്ര ഭിന്നത്തിനെ അങ്ങ് വിഷമ ഭിന്നമാക്കി എഴുതാം എങ്ങനെയാണ് ഗുണിക്കണം കൂട്ടണം 2 × 2 4 4 + 1 5 ഓർമ്മയുണ്ടല്ലോ 2 × 2 4 4 + 1 5 5 ഈ ഛേദം തന്നെ 2 മൈനസ് 1/8 മൈനസ് 1/16 മനസ്സിലായെന്ന് വിചാരിക്കണം മിശ്ര ഭിന്നത്തിന് വിഷമ ഭിന്നത്തിന് മാറ്റം നമുക്ക് അറിയാലോ ഓക്കെ നമുക്ക് അടുത്തൊന്ന് പറയാം ഛേദങ്ങളെല്ലാം നമുക്ക് അങ്ങ് ഒരുപോലെ ആക്കാം LCM എടുത്തും ചെയ്യാം കേട്ടോ LCM എടുത്താലും ചെയ്യാം ഞാൻ ഛേദങ്ങളെല്ലാം ഒരുപോലെ ആക്കുകയാണ് ഒന്ന് നോക്കിയേ
ഇവിടെ ഞാൻ എന്ത് ചെയ്തു 16 ആക്കാം നമുക്ക് എല്ലാത്തിനും ഛേദം. ഞാൻ ഇവിടെ 8 കൊണ്ട് ഗുണിക്കുന്നു, ഇവിടെ 8 കൊണ്ട് ഗുണിക്കുന്നു, ഇവിടെ ഞാൻ 2 കൊണ്ട് ഗുണിക്കുന്നു, ഇവിടെ 2 കൊണ്ട് ഗുണിക്കുന്നു. മനസ്സിലായല്ലോ എന്തിനാണെന്ന്? ഛേദങ്ങൾ 16 ആക്കാൻ വേണ്ടിയിട്ടാണ്. 2നെ 16 ആക്കണമെങ്കിൽ അതായത് ഇന്ന് ഛേദം എല്ലാം ഒരുപോലെ ആക്കാം. 2നെ 16 ആക്കണമെങ്കിൽ 8 കൊണ്ട് ഗുണിക്കണം, 8നെ 16 ആക്കണമെങ്കിൽ 2 കൊണ്ട് ഗുണിക്കണം. അപ്പോൾ താഴെ മാത്രം ഗുണിച്ചാൽ പോരാ, മുകളിലും ഗുണിക്കണം. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും നോക്കിയേ, താഴെ മുഴുവൻ 16 16 16 ആവും. സോ 16 അതുപോലെ എഴുതാം. മുകളിൽ 5 8 40, ഇവിടെ 2 40 - 2 38, 38 - 1 37. ഓപ്ഷൻ ഉണ്ടോ നോക്കിയാൽ 37 37/16. ഞാൻ ചെയ്ത് മനസ്സിലായെന്ന് വിചാരിക്കാൻ കേട്ടോ. ഞാനിത് നിങ്ങൾക്ക് LCM ഒക്കെ ചെയ്യാം. ഞാനിത് പെട്ടെന്ന് പറയാം. 40 - 2 38 - 1 37. കാര്യം ഛേദങ്ങൾ ഒരുപോലെ ആയതുകൊണ്ട് അല്ലാതെ വെറുതെ കയറി കുറയ്ക്കാൻ പറ്റില്ല. ഛേദങ്ങൾ ഒരുപോലെ ആണെങ്കിലേ നമുക്ക് കുറയ്ക്കാൻ പറ്റുള്ളൂ. ക്ലിക്കായി എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ദെൻ ഒരു ക്ലാസ്സിലെ 36 കുട്ടികളുടെ ശരാശരി വയസ്സ് 11 ആണ്. ടീച്ചറെയും കൂടെ കൂട്ടിച്ചേർത്തപ്പോൾ ശരാശരി വയസ്സ് 12 ആയി. ടീച്ചറുടെ വയസ്സ് എന്ത്? നോക്കി എന്താണ് ഒരു ക്ലാസ്സിൽ നമ്മൾ കഴിഞ്ഞ ദിവസം ചെയ്ത ക്വസ്റ്റൻ ആണ് കേട്ടോ. ഇതുണ്ടോ നമ്മൾ റെപ്പറ്റീഷൻ വരുന്നുണ്ട് ക്വസ്റ്റൻ. അതാണ് പ്രത്യേകത. ഒരു നമ്മൾ പഠിച്ച ക്വസ്റ്റൻ റിപ്പീറ്റ് ചെയ്ത് വരും. അത് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റണം. കഴിഞ്ഞ ക്വസ്റ്റൻ ചിലപ്പോൾ നിങ്ങൾക്ക് ഇന്ന് ചെയ്യാൻ പറ്റുന്നവരെ കഴിഞ്ഞ ദിവസത്തെ ഓർമ്മ കാണില്ല. അപ്പോൾ എന്ത് ചെയ്യണം, ഇപ്പോൾ വീണ്ടും ഒന്നുകൂടെ പോയി അതൊക്കെ നോക്കി നിങ്ങൾ ചെയ്യണം. ചെയ്ത് വന്നിട്ട് അടുത്ത ദിവസം നിങ്ങൾക്ക് പറ്റണം. ഒരു 2-3 ദിവസം ഒരേ പാറ്റേൺ ക്വസ്റ്റ്യൻ കാണുമ്പോൾ ചെയ്യാൻ പറ്റണം. അങ്ങനെയാണ് പ്രാക്ടീസ് ആവുന്നത്. അങ്ങനെയേ പ്രാക്ടീസ് ആവുള്ളൂ. സോ അത് നിങ്ങൾ ഒരുപാട് ക്വസ്റ്റ്യൻ വർക്കൗട്ട് ചെയ്യണം നമുക്ക്. അപ്പോൾ സെറ്റ് ആവും കേട്ടോ. ഓക്കെ, ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഉപദേശിക്കുന്നില്ല. ഒരു ക്ലാസ്സിലെ 35 കുട്ടികളുടെ ശരാശരി വയസ്സ് 11. സോ 35 × 11. ഓക്കെ, നമ്മൾ പഠിച്ചല്ലേ ഇത്. തുക എടുക്കാം. നമുക്ക് 11 ഗുണിക്കാൻ എളുപ്പവഴിയെ കൊണ്ട് വേണ്ട, നമുക്ക് എഴുതി തന്നെ ഗുണിക്കാം. 35 × 11. ഇതൊക്കെ നമുക്ക് ഒരു ദിവസം പറയാം കേട്ടോ. കുറേ എളുപ്പവഴികളുണ്ട് നമുക്ക്. അതൊക്കെ 15 കൊണ്ട് ഗുണിക്കാൻ, 11 കൊണ്ട് ഗുണിക്കാൻ, അതൊക്കെ കൊണ്ട് നമുക്ക് പറയാം. 5 3 ദെൻ വീണ്ടും 5 3. സോ 5 8 3 385. ശരിയല്ലേ? ഇനി എന്ത് പറയുന്നു അവർ? ടീച്ചർ ഒരു ടീച്ചറെ കൂടി ചേർത്തപ്പോൾ ശരാശരി വയസ്സ് 12 ആയി. ടീച്ചർ വരുമ്പോൾ എന്ത് സംഭവിക്കും? 35 എന്ന് പറയുന്നത് 36 പേരാവും. ശരാശരി 12 ആയി അല്ലേ? സോ 36 നമുക്ക് ഗുണിക്കാം. 36 × 12 നോക്കിയേ. 36 × 12. 2 12, 3 2 6 1 7, 1 6 6, 1 3 3, 2 13 4 432. എൻ്റെ മൾട്ടിപ്ലിക്കേഷൻ തെറ്റുണ്ടെങ്കിൽ പറയണം. അപ്പോൾ ടീച്ചർ അധികം വന്നു, ഒരു ടീച്ചർ അധികം വന്നു. സോ അധികം വന്ന് എന്ത് ചെയ്ത് കുറച്ചാൽ മതി. 12 5 കുറച്ചാൽ 7 വരും അല്ലേ? ഇവിടെ ഇനി 12 ഉള്ളൂ. 12 8 കുറച്ചാൽ 4 വരും. ശരിയല്ലേ? 47 എന്നാണ് കിട്ടിയിരിക്കുന്നത്. ഓപ്ഷൻ ഉണ്ട് നോക്കുക. ഓപ്ഷൻ C 47 ഉണ്ട്. ശരിയാണോ അല്ലെന്ന് എനിക്ക് അറിയില്ല. 47. അപ്പോൾ അതൊന്ന് ഓർത്തോളുക കേട്ടോ. എന്തെങ്കിലും ഉണ്ടെങ്കിൽ പറയുക. എൻ്റെ ഭാഗത്ത് മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ പറഞ്ഞോളാം കേട്ടോ, ഞാൻ ചെയ്യുന്നതിനകത്ത്. ദെൻ നമുക്ക് അടുത്ത ചോദ്യം നോക്കാം. ആദ്യത്തെ 5 ഒറ്റ സംഖ്യകളുടെ ലസാഗു. ആദ്യത്തെ 5 ഒറ്റ സംഖ്യകളുടെ ലസാഗു. ഞാൻ സിംപ്ലി നമുക്ക് നോക്കാം. നമുക്ക് എഴുതി നോക്കാം. എന്താ ആദ്യത്തെ 5 ഒറ്റ സംഖ്യകളാണ്? ആദ്യത്തെ 5 ഒറ്റ സംഖ്യകൾ പറഞ്ഞേ 1 3 5 7 9 അല്ലേ? അതാണ് ക്വസ്റ്റ്യൻ. ആദ്യത്തെ 5 ഒറ്റ ലസാഗുമല്ലോ. 5 ഒറ്റ സംഖ്യകളുടെ ലസാഗുവാണ് ചോദ്യം. സോ നമ്മൾ എഴുതി വെച്ചിട്ടുണ്ട് 1 3 5 7 9. അതല്ലേ ആദ്യത്തെ 5 ഒറ്റ സംഖ്യകൾ എന്ന് പറയുന്നത്. ലസാഗു എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മൾ ഇങ്ങനെ വരച്ചെടുക്കുന്ന സാധനമാണ്. പക്ഷേ ഇതിലൊന്നിലും പൊതുവായിട്ട് ഘടകങ്ങളൊന്നുമില്ല. ഒറ്റ സംഖ്യകളൊന്നിലും പൊതുവായിട്ട് ഘടകങ്ങൾ കാണില്ലല്ലോ. ഉറപ്പല്ലേ? അങ്ങനെ പറയാൻ പറ്റില്ല, ചെയ്യാൻ പറ്റും. നോക്കി, 3ലും 9ലും പൊതു ഘടകങ്ങളുണ്ട്. ശരിയല്ലേ? അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? 3 എടുക്കാം. 1 ഞാൻ അതുപോലെ എഴുതി. 3ൽ 1 3 3, 5 അതുപോലെ എഴുതി, 7 അതുപോലെ എഴുതി, 3 3 9. ഇനിയുണ്ടോ നോക്കി പൊതുഘടകങ്ങൾ എന്തെങ്കിലും? ഒരു പൊതുഘടകവും ഇല്ല. ശരിയല്ലേ? നോക്കി നമുക്കൊന്ന് ഗുണിക്കാം. 3 × 1 3, 3 × 1 3, 3 × 5 15, 15 × 3 45, 45 × 7 ചെയ്യണം. 7 5 45, 4 4 28 4 32, 325. ഓക്കെ, ഉണ്ടോ നോക്കി? 325. തെറ്റിയോ ഞാൻ ചെയ്ത്? 315 ആണോ? സോറി, 4 7 35 അല്ലേ? സോറി 3. അപ്പോൾ ഇവിടെ 1 വരുന്നത്. 315 അല്ലയോ? ഞാൻ പറഞ്ഞു എൻ്റെ കാൽക്കുലേഷൻ നോക്കിക്കൊള്ളാം, എനിക്ക് മിസ്റ്റേക്ക് വരാം. ഇവിടെ തന്നെ ഞാൻ പെട്ടെന്ന് കണ്ടപ്പോൾ ഇത് കോമൺ ഫാക്ടർ ഇല്ലെന്നാണ് വിചാരിച്ചത്. അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ പറഞ്ഞത് ആ തുടക്കത്തിൽ കേട്ടോ. അപ്പോൾ അങ്ങനെ തെറ്റുകൾ വരാം. മൈൻഡ് എവിടെയോ ഞാൻ ഇടയ്ക്ക് ജസ്റ്റ് അവിടെ നിന്ന് ചെയ്തുകൊണ്ട സമയത്ത് എൻ്റെ മൈൻഡ് അങ്ങോട്ടോ പോയി. ആ സമയത്താണ് ഞാൻ പെട്ടെന്ന് നോക്കിയിട്ട് പറഞ്ഞത്. ഓക്കെ, അപ്പോൾ അങ്ങനെ ആ ക്വസ്റ്റ്യൻ കിട്ടി. അപ്പോൾ ഇതായിരുന്നു ഇന്നത്തെ 10 ചോദ്യം. വളരെ പെട്ടെന്ന് നമ്മൾ ചെയ്തെന്ന് തോന്നുന്നു, വളരെ വേഗത്തിൽ ചെയ്ത് തീർന്നു തോന്നുന്നു. അപ്പോൾ ഓർത്തോളുക, ഇത് താരതമ്യേനെ ചെറിയ ക്വസ്റ്റ്യൻസ് ആണ്. നമ്മൾ ചെറിയ ക്വസ്റ്റ്യൻസ് തന്നെയാണ് പഠിച്ച് പോകേണ്ടത് മുന്നോട്ട്. അപ്പോൾ നിങ്ങൾക്ക് എങ്ങനെ ഉണ്ടായിരുന്നു എന്നും നിങ്ങൾക്ക് എങ്ങനെ ഫീൽ ചെയ്തു എന്നും നിങ്ങൾക്ക് എത്ര മാർക്ക് കിട്ടിയെന്നൊന്ന് കമൻറ്റ് ചെയ്തേക്കുക. ഓക്കെ അല്ലേ? അപ്പോൾ ഇതിൻ്റെ ബാക്കിയുണ്ട്. ഇതിൻ്റെ ബാക്കി വരുന്ന മെൻ്റൽ എബിലിറ്റി ക്വസ്റ്റ്യൻസായിട്ട് നമുക്ക് അടുത്ത ദിവസം കാണാം.